ഹായ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഈവനിങ് വ്ളോഗാണ് കാണിക്കുന്നത് കേട്ടോ. ഒരു ചെറിയ ഈവനിങ് വ്ളോഗ്. അപ്പം മോള് സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പക്കുവട ഉണ്ടാക്കാം. പക്കാവട നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ഉണ്ടല്ലോ അത്. അപ്പോൾ അതുണ്ടാക്കാനുള്ള പരിപാടിയാണ്. എല്ലാ ദിവസവും ഒന്നും ഞാൻ അങ്ങനെ എണ്ണപ്പലഹാരമൊന്നും എല്ലാ ദിവസമൊന്നും ആക്കുകയില്ല. ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും സർപ്രൈസായിട്ട് ആക്കി വെക്കാറുണ്ട്. അവർക്ക് ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഇത്. അവർക്ക് എന്താണെന്ന് അറിയത്തില്ല, ഇവിടെ വളരുന്നതുകൊണ്ടായിരിക്കും ഇവിടുത്തെ ഫുഡ് ഐറ്റംസിനോടൊക്കെ ഭയങ്കര താല്പര്യം. അപ്പോൾ എപ്പോഴും നമുക്ക് പുറത്തുനിന്ന് ബേക്കറി ഐറ്റംസും മറ്റൊന്നും മേടിച്ച് കൊടുക്കാൻ പറ്റത്തില്ല. വല്ലപ്പോഴും അത് മേടിച്ച് കൊടുക്കും. പിന്നെ രാവിലെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി വെച്ചതുണ്ടെങ്കിൽ വന്നു കഴിയുമ്പോൾ അത് കഴിക്കും. താല്പര്യമുള്ളതാണെങ്കിൽ വരുന്ന ഉടനെ കഴിക്കും. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അന്നേരം വിശപ്പില്ല. അന്നേരം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു പക്കാവട ഉണ്ടാക്കി കൊടുക്കാം. നമ്മുടെ നാട്ടിലൊക്കെ പക്കാവട ഉണ്ടാക്കുന്നത് എനിക്ക് തോന്നുന്നു മൈദയ്ക്കകത്താണെന്ന് തോന്നുന്നു. ഞാനിവിടെ ഇന്ന് കടലമാവിനകത്ത് മാത്രമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ ഒരു മോഡൽ, ഇവിടുത്തെ ഇതാണ് പിള്ളേർക്ക് ഇഷ്ടമായതുകൊണ്ട് കൂടുതലും ഞാൻ ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായ ഉള്ളിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉള്ളി പൊളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ചേർക്കുന്നത് ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ പച്ചമുളക്, കരിയാപ്പില, അജ്വായിൻ എന്ന് പറയുന്ന സാധനം, അയമോദകം, അതാണ് ചേർക്കുന്നത്. വേറെ ഒന്നും ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടി ചേർക്കും, ആവശ്യത്തിന് ഉപ്പിടും. പിന്നെ എന്ന് പറഞ്ഞാൽ പച്ചമുളക് ഇവിടുത്തെ മോക്ക് എരിവ് കുഴപ്പമില്ല, മോനധികം എരിവ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അധികം പച്ചമുളക് ചേർക്കത്തില്ല. പക്ഷേ ഇതിനകത്ത് ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് ഉള്ളിയൊക്കെ പൊളിച്ചെടുത്തു. ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ. അപ്പം ഉള്ളിയൊക്കെ കഴുകി ഇനി നമുക്കത് ചോപ്പറിനകത്തിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അന്നേരം ഞാൻ ഉള്ളി കഴുകി എടുത്ത് നോക്കുമ്പോൾ ഇഞ്ചി എവിടെയോ ഒളിച്ചു പാത്തുപോയി. അപ്പോൾ ഇഞ്ചി തപ്പുന്ന ഒരു അപ്പോൾ പിന്നെ തപ്പിയിട്ട് കിട്ടിയില്ല. അപ്പോൾ അടുത്ത വേറെ ഒരെണ്ണം എടുത്തിട്ട് അത് അരിഞ്ഞിടാമെന്ന് ഓർത്ത് എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് ചോപ്പറിനകത്തിട്ട് എല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം. എനിക്കാണെങ്കിൽ ചോപ്പറില്ലാത്ത പരിപാടി ഒന്നും പറ്റത്തില്ല കേട്ടോ. അത്രയ്ക്കും നമ്മളെ സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ ചോപ്പർ. അപ്പോൾ എല്ലാ സാധനം, എന്ത് സാധനമാണെങ്കിലും നമുക്ക് പെട്ടെന്ന് പണി തരും. നമ്മൾ കൈകൊണ്ട് അരിഞ്ഞുകൊണ്ട് ഉള്ളിയൊക്കെ കൈകൊണ്ട് അരിഞ്ഞ് കണ്ണിലെ വെള്ളമൊക്കെ തുടയ്ക്കുന്ന സമയത്ത് നമുക്കിത് അരിഞ്ഞെടുക്കാം. അപ്പോൾ എല്ലാവരെയും കൂടെ ഒന്നിച്ച് ചോപ്പറിനകത്തിട്ട് അങ്ങ് അരിഞ്ഞെടുക്കാൻ പോവാണേ. ഞാൻ മുട്ടയൊക്കെ പൊരിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. മുട്ടയ്ക്കകത്തിടുന്ന ഉള്ളിയോ ഇഞ്ചിയോ എന്താണോ നമ്മളിടുന്നത് അതെല്ലാം കൂടെ ചോപ്പറിനകത്തിട്ട് നല്ലോണം വലിച്ച് പതപ്പിക്കും. നമ്മൾ ഗ്ലാസ്സിനകത്തിട്ട് അടിച്ച് ഗ്ലാസ് പിന്നെ കഴുകണം, അതിൻ്റെ ഒരു ഉളുമ്പ് സ്മെല്ല് വരും. അതൊന്നും ഉണ്ടാകത്തില്ല ചോപ്പറിനകത്തിട്ട് എടുക്കുമ്പോൾ. അപ്പോൾ ഇതേണ്ടേ ഉള്ളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി. മഞ്ഞൾപ്പൊടി ഇട്ടു, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. ചിലർ മുളക് പൊടി ഇടും. നമ്മളിപ്പോൾ മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ പച്ചമുളക് ഇട്ടില്ലെങ്കിൽ മുളക് പൊടി ഇടാൻ കുഴപ്പമില്ല, മുളക് കടിക്കത്തില്ലല്ലോ. ഇതാണ് കേട്ടോ അജ്വായിൻ, അയമോദകം. അജ്വായിൻ ഇട്ട്, ജീരകം അല്ല, അത് കാണുമ്പോൾ ജീരകം പോലെ ഇരിക്കുന്നു, പക്ഷേ അജ്വായിനാണത്. നമ്മുടെ നാട്ടിൽ അയമോദകം എന്ന് പറയുന്ന സാധനം കേട്ടോ. ഇതേണ്ടേ അതിനാവശ്യത്തിന് കടലമാവ് ഇട്ട് കൊടുക്കുവാണേ. കടലമാവ് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. ചിലരൊക്കെ കടലമാവ് അതിൻ്റെ കൂടെ കുറച്ച് അരിപ്പൊടിയും കുറച്ച് മൈദയൊക്കെ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഒന്നും ചേർക്കുന്നില്ല, വെറും കടലമാവ് മാത്രം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കടലമാവിന് ഒത്തിരി ഉപ്പും വേണ്ട, ഒത്തിരി വെള്ളവും വേണ്ട. ഒത്തിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചാറായി പോകും. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി നോക്കട്ടെ. നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒത്തിരി വെള്ളം ആദ്യം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാകും, വെള്ളമായി പോകും. പിന്നെ എത്ര പൊടി ഇട്ടാലും നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റത്തില്ല, വെള്ളം കൂടിക്കൊണ്ടിരിക്കും. ഒന്നാമത് ഉള്ളി നമ്മളിങ്ങനെ അരിഞ്ഞ് വെച്ചിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ ഇതേണ്ടേ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാനൊന്ന് ഇളക്കി നോക്കുക. അപ്പോൾ പരുവത്തിനായോ എന്നുള്ളത് നമുക്ക് ഇളക്കി നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചാൽ മതി. ആദ്യമേ ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഒരു സ്പൂണും കൊണ്ടാണ് കേട്ടോ ഞാൻ ഇളക്കുന്നത്. കടലമാവായതുകൊണ്ട് നമുക്ക് ഒത്തിരി അങ്ങനെ ഇളക്കി ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ കുഴഞ്ഞ് കിട്ടും. അപ്പോൾ അത് ഇളക്കിയെടുക്കുന്ന സമയം കൊണ്ട് ഞാൻ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുഴച്ചെടുത്ത് ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. എണ്ണ ചൂടാകാനുള്ള വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉപ്പ് നോക്കുക, ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് ഒത്തിരി ആയി പോകണ്ട. കടലമാവിന് ഒത്തിരി ഉപ്പും വേണ്ട കേട്ടോ, കുറച്ച് ഉപ്പ് ഇടാവുള്ളൂ. അപ്പോൾ ഇതേണ്ടേ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്പൂണും കൊണ്ട് തന്നെ കോരി എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചെടുക്കാം. എണ്ണ നല്ലോണം ചൂടായി കഴിയുമ്പോൾ സിമ്മാക്കണം. ഫുൾ ഫ്ലെയിമിലിട്ട് വേവിക്കാൻ തുടങ്ങിയാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, അകം വേകാത്ത പോലെയും തോന്നും. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഞാനൊന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അറിയാവുന്നവർ ക്ഷമിച്ചേരെ. അപ്പോൾ ഇതേണ്ടേ
ഓരോന്നോരോന്നായി സ്പൂണും കൊണ്ട് തന്നെ എണ്ണയ്ക്കകത്തോട്ടിടുവാണേ. അപ്പോൾ അതാ എല്ലാം എണ്ണയ്ക്കകത്ത് വീണ്. ഞാൻ ഈ വീഡിയോയും കൂടെ എടുക്കുന്നത് കൊണ്ട് ആദ്യം വീണത് കുറച്ച് പെട്ടെന്ന് നല്ലോണം മൂത്ത്. അപ്പോൾ ഞാൻ ആദ്യം അതെടുത്ത് മാറ്റുവേ. അതിന് ശേഷം എല്ലാം നമുക്ക് നല്ലോണം മൂത്ത് കഴിയുമ്പോൾ സിമ്മിലിട്ട് തന്നെ മീഡിയം സിമ്മിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. വളരെ എളുപ്പമുള്ള പരിപാടിയാണ്. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് ആക്കിയെടുക്കാം. പിള്ളേർക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. കടലമാവായതുകൊണ്ട് നല്ലതാണ്. മൈദയ്ക്കകത്താക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഗുണമുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഏകദേശം എല്ലാം നമ്മുടെ പക്കാവട എല്ലാം മൂത്ത് വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതിന് പക്കാവട എന്നാണ് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. എൻ്റെ അറിവ് ഇതിന് പക്കാവട എന്നാണ് പറയുന്നതെന്നാണ്. അപ്പോൾ നമ്മുടെ പക്കാവടയൊക്കെ ഏകദേശം പരുവത്തിലായിട്ടുണ്ട്. നമുക്കത് കോരി പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതേണ്ടേ എണ്ണയൊന്ന് വലിച്ചോട്ടെ എന്ന് ഓർത്ത് അതിനകത്ത് ടിഷ്യൂ പേപ്പർ ഇട്ടിട്ടുണ്ട് ഞാൻ കേട്ടോ. അതിലേക്ക് ഇതാണ്ട് എല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒറ്റ ട്രിപ്പ് ഇടുന്ന ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അങ്ങനെ ഞാൻ ഒരു 3-4 ട്രിപ്പ് ആക്കി എടുത്തു. അപ്പോൾ അതാണ്ട് ഒരു ട്രിപ്പ് ഇത്രയും ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അതേ ആക്കി കഴിഞ്ഞപ്പോഴത്തേന് സമയം 3:15. ഇനിയിപ്പോൾ മോളുടെ സ്കൂൾ ബസ് വരാൻ സമയമായി. അപ്പോൾ അവളെ കൂട്ടാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ മോന് ലീവുള്ളൊരു ദിവസം, ഇത് സാറ്റർഡേ ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ മോനോട് ഞാൻ പറഞ്ഞു ചേച്ചിയെ കൂട്ടാൻ പോകാൻ വരാൻ പറഞ്ഞപ്പോൾ അവൻ വരുന്നില്ല, ടി വി കാണാൻ പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവനെ ഇവിടെ തന്നെ ഇരുത്തിയിട്ട് പോകാൻ എനിക്ക് ചെറിയൊരു മടി. കുരുത്തക്കേടൊന്നും കാണിക്കുമല്ലോ, എന്നാലും ഞാൻ പോയി കഴിയുമ്പം പിന്നെ ഞാൻ അവനെ പറഞ്ഞ് നിർബന്ധിച്ച് നമുക്ക് പോകാം വീഡിയോ പിടിക്കാമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോകാൻ ഇറങ്ങിയപ്പോൾ എന്നാൽ ഞാനും വരാമെന്നും പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ മോളെ കൂട്ടാനായിട്ട് പോവാം. നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിന് താഴെ സ്കൂൾ ബസ് വരും. 3:25 ആകുമ്പോഴത്തേനും വരും. അപ്പോൾ ഞങ്ങളത് 3:15 കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വീടൊക്കെ പൂട്ടി ഞാനും മോനും കൂടെ താഴേക്ക് പോകട്ടോ. അപ്പോൾ അവനെനിക്ക് വീഡിയോ എടുത്ത് തരുക കേട്ടോ. അവനായി വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വീടൊക്കെ പൂട്ടി പോവാണ്. അപ്പോൾ ക്യാമറമാൻ ക്യാമറ കൈമാറി ഓടി ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പഴയ ഒരു സൊസൈറ്റിയാണ്, പഴയൊരു ഫ്ലാറ്റായതുകൊണ്ട് നമുക്ക് ലിഫ്റ്റും കാര്യങ്ങളും ഒന്നുമില്ല. കുറേ സ്റ്റെപ്പ് ഇറങ്ങണം. കാലിനൊക്കെ നല്ല എക്സസൈസ് ആയിക്കോളുമല്ലോ. അപ്പോൾ ഏതാണ്ട് സ്റ്റെപ്പ് ഇറങ്ങി ഓടും അവൻ. അപ്പോൾ അവനോടിപ്പോൾ ഞാൻ അവിടെ നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൻ ഹായ് എന്നൊക്കെ പറഞ്ഞ് പോവാട്ടോ. അപ്പം നമുക്കിനി പോയി മോളെ കൂട്ടിക്കൊണ്ട് വരാം. അതാ അങ്ങനെ നമ്മൾ താഴെ എത്തി. അപ്പം നമ്മുടെ ബൈക്ക് പാർക്ക് ചെയ്തിരിക്കുക അവിടെ. അപ്പോൾ അവനത് കാണിച്ചു തരും. ഇത് ഞങ്ങളുടെ ബൈക്കാന്നൊക്കെ പറഞ്ഞ് അവൻ കാണിച്ചു തരുന്നത് കേട്ടോ. നമുക്കിവിടെ കാറ് പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സൗകര്യമില്ല. കാറ് നമ്മൾ വേറൊരു സ്ഥലത്ത്, അപ്പോൾ ബൈക്ക് മാത്രമാണ് ഇവിടെ പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ തൊട്ട് താഴെ തന്നെ വലിയ റോഡാണ് കേട്ടോ, വലിയ ഹൈവേ. അപ്പോൾ അവിടെ പോയി നിൽക്കുക. അപ്പം മോളുടെ സ്കൂൾ ബസ് അതാ ദൂരെ നിന്ന് വരുന്നുണ്ട്. അപ്പം ഞാൻ മോളെ കൂട്ടാൻ വേണ്ടി സ്കൂൾ ബസ്സിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവനാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതങ്ങനെ മോള് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള സ്കൂൾ യുദ്ധവും കഴിഞ്ഞ് ഇറങ്ങി വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ബാഗിന് ഒരു വലിയ ചുമടുണ്ട്. അപ്പം വരുന്ന ഉടനെ അത് നമ്മുടെ തോളിലേക്ക് തരും. അപ്പോൾ അതേണ്ടേ സന്തോഷത്തോടെ എല്ലാവരും വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ക്യാമറമാൻ ക്യാമറ അടുത്ത ആളുടെ കയ്യിലേക്ക് കൈമാറി അങ്ങനെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ പോകുമ്പോഴാണ് അവിടെ ഒരു പട്ടിക്കുഞ്ഞ് കിടക്കുന്നത്. അയ്യോ പപ്പി എന്നും പറഞ്ഞ് ഭയങ്കര സന്തോഷം. രണ്ടുപേരും പിന്നെ അതിനെ നോക്കി. പിന്നെ വീട്ടിലെത്തിയതിൻ്റെ സന്തോഷത്തിന് ഇതാ ഓട്ടി കയറുകയാണ്. ഇനി വീട്ടിൽ വന്നു കഴിഞ്ഞ് സ്വാതന്ത്ര്യത്തോടെ കളിക്കാമല്ലോ. അപ്പോൾ പിന്നെ വരുന്ന വഴിക്ക് എപ്പോഴും ചോക്ലേറ്റ് വേണം, അത് ഇത് വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ഇവിടെ പക്കാവടയ്ക്ക് ഇവിടെ കാന്താ ബജി എന്നാണ് പറയുന്നത് കേട്ടോ. മറാഠിയിൽ ഉള്ളിക്ക് കാന്ത എന്നാണ് പറയുന്നത്. അപ്പം കാന്താ ബജി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ചോക്ലേറ്റ് ഒന്നും വേണ്ടെന്ന് പറയുമ്പോൾ തന്നെ വലിയ സന്തോഷമായി. അപ്പോൾ കാന്താ ബജി തിന്നാനുള്ള തിരക്കിൽ ഓടി വരികയാണ്. അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലെത്തി. ഇനി വാതിലൊക്കെ തുറക്കട്ടെ. വാതിൽ തുറന്ന് അങ്ങനെ വാതിൽ തുറന്ന് അകത്ത് കയറാൻ പോവാണ്. അപ്പോൾ അതാണ്ട് കയറി. ഇനിയിപ്പോൾ അവൾ എല്ലാം അതാത് സ്ഥാനങ്ങളിൽ കൊണ്ടുവച്ച് ഫ്രഷായി വന്നിരുന്ന് കഴിക്കുന്ന കേട്ടോ. അപ്പം കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പം
ഇത്രയൊക്കെയുള്ളൊരു കുഞ്ഞു വ്ളോഗും കൂടെ ചുമ്മാ ചെയ്തെന്നേ ഉള്ളൂ. ഇതുവരെ ഇങ്ങനെയൊന്നും ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. എന്നും നമ്മൾ കഴിക്കുന്നതും ഉണ്ടാക്കുന്നതും കുടിക്കുന്നതും ഒക്കെയാണ് കാണിക്കുന്നത്. എന്നും കുക്കിങ്ങാണ്. അപ്പോൾ വിചാരിച്ചു ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഇഷ്ടമായെങ്കിൽ മെസ്സേജ് ചെയ്യണം, ഇഷ്ടമായില്ലെങ്കിലും പറയണം. ഇഷ്ടമായില്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം. ഇഷ്ടമായെങ്കിൽ നമുക്ക് ഇനി ഇങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ എല്ലാവരുടെയും കമൻസൊക്കെ പ്രതീക്ഷിക്കുന്നു, ലൈക്ക് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതേണ്ട മോള് വന്ന് ഫ്രഷായി, ഡ്രസ്സൊക്കെ മാറി, കൈ മുഖമൊക്കെ കഴുകി കാന്താബജി തിന്നാനായിട്ടുള്ള സന്തോഷത്തോടുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പോൾ ഇതേ അവൾക്കുള്ള കാന്താബജി ഞാൻ പാത്രത്തിലേക്ക് എടുക്കാം കേട്ടോ. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പറയണമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അന്നേരത്തേനെല്ലാം മറന്നു പോകും. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ട്, എല്ലാവരും ക്ഷമിക്കണേ, തെറ്റ് തിരുത്തി തരാം. അപ്പം എന്താണ്ടേ അവിടെ വന്നിരുന്ന് കഴിക്കുകയാണ്. സന്തോഷമായി, നല്ലതാണെന്ന് പറയാം. അപ്പോൾ അടുത്ത ആളും അവൻ ഉണ്ടാക്കിയപ്പോഴേ കഴിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അതാണ്ട് ചേച്ചിയോട് ഒരെണ്ണം എടുത്തുകൊണ്ട് വന്നിരുന്ന് വീഡിയോയുടെ മുമ്പിലിരുന്ന് കോപ്രായങ്ങൾ കാട്ടുക കേട്ടോ. അപ്പോൾ അതേ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇന്നത്തെ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.